ബൈക്കിലൊന്നും കത്തിച്ചു വെക്കട്ടെ. ബൈക്ക് കത്തിക്കാൻ പോകുന്നോട് നമ്മള് യാത്ര ചെയ്യുന്ന ബൈക്കല്ലേ. കാര്യം എന്താന്ന് വെച്ചാൽ മെഴുകുതിരി കത്തിച്ച കവറ് ഉരുകി കയ്യില് വീണു. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാർത്തികയാണ്. സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. ഏട്ടനും പനിയായിരുന്നു. പനിയായത് കാരണം നമുക്ക് കുറെ ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാൻ ഈ പറ്റില്ല. ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുള്ളായിട്ട് ഡൗൺ ആയി പോയി. ഒരു വീഡിയോസ് ഒന്നും വന്നില്ല. നമ്മുടെ ഷോർട്ട് എടുക്കാൻ പറ്റിയില്ല. ലോങ് എടുക്കാൻ പറ്റിയില്ല. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസമാണ് ഞങ്ങൾ ഇറങ്ങിയത് പുറത്തിറങ്ങി കുറച്ച് മെഴുകുതിരി മേടിച്ചു. പിന്നെ ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ കാർത്തികയാണ്. നമ്മളത് കാരണം കാർത്തികയായിട്ട് മെഴുകുതിരി കത്തിക്കാൻ പോവാം. കാർത്തിക ദീപം കത്തിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറെ മെഴുകുതിരി മേടിച്ചിട്ടുണ്ട്. 6 പാക്കറ്റ് മെഴുകുതിരി മേടിച്ചു. അതെ, 6 പാക്കറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു 120 മെഴുകുതിരിയോളം മേടിച്ചിട്ടുണ്ട്. 120 അല്ലല്ലോ, 120 മെഴുകുതിരിയോളം മേടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ ഫസ്റ്റ് ഒന്ന് കുത്തി വെക്കണം. അപ്പൊ ആദ്യത്തെ ഒരു കെട്ട് നമുക്ക് അച്ഛനെയും അച്ചുവിനെയും ഏൽപ്പിക്കാം. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഞാനും അച്ഛനോട് കുത്താം. ഞാൻ വീഡിയോ എടുക്കാം. അമ്മയാണെങ്കിൽ പുഴുക്ക് സാധനങ്ങൾ എന്ന് വെച്ചാൽ വിളക്കൊക്കെ കത്തിച്ച് ചീനിയും മധുരക്കിഴങ്ങും എല്ലാം വിളക്ക് കത്തിച്ച് ഇലയൊക്കെ ഇട്ട് അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അല്ലേ അമ്മ? അതെ, കരിക്കൊക്കെ വെച്ച്. ഇതാണ് സംഭവം കേട്ടോ. ഇത് 20 രൂപയെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ? 20 രൂപയല്ല, 40 രൂപയെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് 24 രൂപയ്ക്ക് കിട്ടിയത്. അങ്ങനെ പലയിടത്തും പല വിലയാണ്. നമ്മളിപ്പോ ഒരു വില പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിനി കത്തിക്കാൻ പോവാം. അതെ, ഇതിനകത്ത് ഒരുമിച്ച് ആക്കുന്ന എന്താ വെച്ചാൽ 3 കെട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കത്തിച്ചെടുക്കാം. വെച്ചേക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല, ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് 4 പൊട്ടിച്ചാ മതിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ അച്ഛനും പറഞ്ഞു എല്ലാം കത്തിക്കാൻ മേടിച്ചല്ലേ എന്ന് ചോദിച്ചു. എല്ലാം കത്തിക്കാൻ മേടിച്ചപ്പോ എല്ലാം കത്തിക്കണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും കത്തിക്കുന്നിടത്തോട്ട് പോകാം. ഇതെല്ലാം കൂടെ കൊണ്ടോ അച്ഛൻ അങ്ങനെ റൂമിന്റെ വാതിലിൽ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ തവണ ഇത്തിരി ലേറ്റ് ആയി പോയി. ഇത്തിരി ഒരുപാട് ലേറ്റ് ആയി പോയി. കാര്യം ഇറങ്ങിയില്ല. കുഴപ്പമില്ല, പ്രശ്നമില്ല. കത്തിച്ചങ്ങ് പോട്ടെ. വേണ്ട, നമുക്ക് ഒരുമിച്ച് കത്തിക്കാം. ലാസ്റ്റ് എടുത്ത് വെച്ചങ്ങ് പോവാം. ഓക്കെ, അച്ചു മാത്രമാണ് ഇപ്പം അവിടെ. ഇത് അച്ഛനും കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്. കാര്യം എന്താന്ന് കൂടെ പറയാം. കാര്യം എന്താന്ന് മെഴുകുതിരി കത്തിച്ച കവറ് ഉരുകി കയ്യില് വീണു. അതെ, എന്റെ വിരലില് വീണു. കയ്യില് വീണില്ല, വിരലില് വീണതാ. ഇവിടെ കുറച്ചുകൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ മൊത്തത്തിൽ വീണേനെ. കഷ്ടകാല സമയം ഇരിക്കുന്നുണ്ടോ? നല്ല നീറ്റിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വെച്ചു മാറി വിഷമമായി പോയി. അത് കാരണം ഇനി കേറി. അതുമല്ല, ഇവിടെ ഇപ്പൊ കാറ്റ് മാത്രമല്ല, എല്ലാ വർഷവും ഇത് തന്നെ. നമുക്ക് കാറ്റും മഴയും പറ്റത്തില്ല. മഴയും പെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ഇത്. ഞാനിങ്ങി അകത്ത് കയറി. തണുത്ത കാറ്റും അടിച്ച് മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഞാനിങ്ങി അകത്ത് കയറിയിരുന്നു. ഇനി പനി കൂട്ടാൻ വയ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 15-ാം തീയതി നമ്മൾ വീഡിയോ ഇട്ടില്ലേ, അമ്പലത്തിൽ പോണം. അതുകൊണ്ട് പനി കൂട്ടാതെ അടങ്ങി ഒതുങ്ങി ഇപ്പൊ ഇരുന്ന എനിക്ക് 15-ാം തീയതി പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി അകത്ത് കയറിയിരുന്നു. ഇങ്ങനെ കാർത്തിക ദീപം കത്തിച്ചു തുടങ്ങി അണച്ചു അല്ലേ അച്ചു? അതെ, പക്ഷെ ഭയങ്കര കാറ്റുണ്ട്. അതുകൊണ്ട് മാക്സിമം സംശയമുണ്ട്. അതുകൊണ്ട് മാക്സിമം അകത്താക്കിയില്ലേ? അകത്താക്കി, പക്ഷെ നമുക്ക് മുകളിൽ കത്തിക്കാൻ പറ്റത്തില്ല. മഴയും ചേർന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അല്ലേ? സിറ്റ് ഔട്ടിൽ കത്തിക്കുകയാണ്. കാര്യം ഇവിടെ കത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. മതിലിന്റെ മണ്ടയിലൊക്കെ വെച്ചിട്ടും അല്ലേ അണഞ്ഞു പോവാ. അതുമെല്ലാം മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ കാർത്തിക ദീപം കത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാനും കൂടെ ജോയിൻ ചെയ്യണം. നമുക്ക് ഇത് അണച്ചിട്ടെന്ന് മാറിപ്പോയി, സോറി. കത്തിക്കുന്ന ദീപങ്ങൾ അണയ്ക്കാനും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇനിയിപ്പോ ഞാൻ പോയി കത്തിച്ചു തുടങ്ങാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? മുടി നോക്കിക്കോണേ. പിന്നെ വിരലൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ വിരലും നോക്കണം. അല്ലെങ്കിൽ എൻ്റെ കണക്ക് വിരലൊക്കെ പോയി കളയും അല്ലേ? ആ സൈഡിൽ അച്ഛൻ കത്തിക്കുവാണ്ട. നമ്മൾ ഫുള്ള് സിറ്റ് ഔട്ടിലാക്കി കത്തിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. സിറ്റ് ഔട്ടിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ അച്ഛൻ കത്തിക്കുന്ന സൈഡിൽ നിന്ന് അണഞ്ഞണഞ്ഞ് വരുന്നുണ്ടോ? കാറ്റടിക്കും അണഞ്ഞ് കത്തിച്ചെടുത്ത് നല്ല അണഞ്ഞണഞ്ഞ്. അകത്ത് മാത്രം ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കി എല്ലായിടം ആണ്. ഇനിയിപ്പോൾ ഞാൻ പോയി ബാക്കി കത്തിച്ചിട്ട് ഫുള്ള് കത്തിച്ചിട്ട് കാണിച്ചു. കത്തിച്ച് മൊത്തം കത്തിച്ച് ഇവിടെ എല്ലാം കത്തിച്ച്. പക്ഷെ കാറ്റ് വന്ന് എല്ലാം അണച്ച്, പകുതി ഭാഗം അണച്ച്. കണ്ട, അതെല്ലാം മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു. അച്ചു ഇവിടെ ഒന്നുമില്ല. അച്ചു എവിടെയാ പോയതുപോലെ ഗേറ്റിന്റെ അവിടെ പോയി കത്തിക്കുന്ന അച്ചു. മഴ. ഞാൻ കുടയെടുത്തോണ്ട് ചെല്ലാം. കാർത്തിക ദീപം കത്തിക്കുന്നു അണയ്ക്കുന്നു. കാർത്തിക ദീപം ഇങ്ങനെ തന്നെ അല്ലേ അച്ചു? എല്ലാ വർഷവും ഇങ്ങനെയാ.
ഇപ്രാവശ്യം ആണെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴയും കൂടെ ഉണ്ട്. മഴയും കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ എന്തിനാണോ എന്തോ, അല്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ ചൂടെടുത്തിരിക്കുമ്പോ മഴയ്ക്ക് പെയ്യേം വേണ്ട ഒന്നും. ഒന്നും വേണ്ട. ഇതൊരു സൈഡിൽ നിന്ന് കത്തിച്ചു കൊണ്ടുവരും, അണഞ്ഞു, കത്തിച്ചു കൊണ്ടുവരും, അണഞ്ഞു. ഞാൻ ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് കുടയും പിടിച്ച് ഇവിടെ നിൽക്കുക. അച്ഛനും മോളും കൂടാണ് കാർത്തിക കത്തിക്കുന്നത് അല്ലേ അച്ചു? ഞാനിവിടെ ഞാൻ കണ്ടു, ഞാൻ ബിസിയാ, ബിസി. എങ്ങനെയെങ്കിലും ഇത് കത്തിച്ചിട്ട് അടങ്ങത്തോളം നച്ചു. നല്ല മഴ. ഇതൊക്കെ നോക്കിയിരിക്കുന്ന അമ്മ. ഞാനങ്ങ് എണീച്ചങ്ങ് പോയിക്കോളാം, എന്നൊന്നും പിടിക്കാതിരുന്നു. ഞാൻ ഇവിടെ കുടയും പിടിച്ചിരിക്കാം മഴ. അച്ചു ഇന്ന് ഫുൾ ഇങ്ങനെ നിൽക്കാൻ പറ്റൂ? എല്ലാ വർഷവും ഈ കാർത്തികയ്ക്ക് പക്ഷെ ഇങ്ങനെ ഇത്രയില്ല, മഴയൊന്നും ഇല്ലായിരുന്നു. മഴയില്ലെന്നേ ഉള്ളു, കാറ്റ് എല്ലാ കാറ്റുണ്ട്. വർഷവും. പക്ഷെ ഇത്തവണ നമുക്ക് മഴ കാരണം മുകളിൽ കയറി കത്തിക്കാൻ പറ്റും, അതാ ഒരു വിഷമം. കത്തി തീർന്നല്ല, ഇല്ല, അണയുന്നത് കത്തിച്ചോണ്ടിരിക്കുകയാണോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അബദ്ധം പറ്റുന്നുണ്ട്. അതായത് ഞാൻ റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടു എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ആക്ച്വലി റെക്കോർഡ് ആയില്ല. നേരത്തെ എടുത്ത വിഷയം റെക്കോർഡ് ആയില്ല. അപ്പൊ അത്രേ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ ഞാനും കത്തിച്ചേ. അപ്പം അടുത്ത ഇനി എന്താ കഴിഞ്ഞ അച്ചു? അച്ഛൻ പിന്നെ കണ്ട അച്ഛന് മഴ ഒരു പ്രശ്നമല്ല, വെയിലൊരു പ്രശ്നമല്ല. അച്ഛൻ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അല്ലേ അച്ചു? അതെ, പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ. അച്ഛന് കത്തിക്കാൻ താമസിച്ചതാ വിഷമമായി. അതാ ലേറ്റ് ആയി പോയെന്നുള്ളത്. അത് നമ്മള് വന്നതിന്റെ കുഴപ്പം. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാ വന്നത്. അച്ചു അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം കാണാൻ പറ്റത്തില്ല. ഇതുണ്ടോ കമ്പിത്തിരി? നമ്മള് ഇതിന് മേടിച്ച കമ്പിത്തിരിയാ. അപ്പം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് കത്തിക്കാന്ന് വെച്ചു. ഞാനിവിടെ സ്റ്റെപ്പ് ചെയ്യുന്നത് കത്തിക്കാൻ പോവാം. ഇത് നമ്മള് ദീപാവലിക്ക് മേടിച്ച കമ്പിത്തിരിയാണ്. ഇനിയിപ്പം എനിക്ക് പറ്റുന്നൊരു കാര്യം, ഇത് ഇവിടെ ഇരിക്കുക. അയ്യോ അണയല്ലേ, അണയല്ലേ പ്ലീസ്, അണയ്ക്കല്ലേ. അങ്ങനെ പറ്റാത്തോണ്ട് ഞാൻ ഡ്രസ്സില് നേരത്തെ കയ്യില് പ്ലാസ്റ്റിക് വീണാണ്. നല്ല രസമുണ്ട് അച്ഛനെ കാണാൻ. കാർത്തിക ദീപവും അതിന്റെ നടുക്ക് 2 കാർത്തിക ദീപവും. ഞങ്ങളെയാണോ? അതെ, ഒരു പാനും ടീഷർട്ടും ഇട്ട ഒരു കാർത്തിക ദീപവും, ഒരു നൈറ്റി ഇട്ട കാർത്തിക ദീപവും. അമ്മയാണ് കാർത്തിക ദീപം. അമ്മ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ ഞാൻ ഒരെണ്ണം വെച്ചായിരുന്നല്ലോ. അത് ഞങ്ങൾ പറഞ്ഞു വിട്ടതിന്. ഇനി ഇരിക്കത്തില്ല, വാശിയ. അമ്മ നമുക്ക് കമ്പിത്തിരി കത്തിക്കാം. ഇരിക്കത്തില്ല, മഴ പെയ്ത എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. മഴയത്ത് നിന്ന് കാർത്തിക ദീപം കത്തിക്കുക. ബൈക്കിൽ ഒരെണ്ണം കത്തിച്ചു വെക്കട്ടെ? ഓടി ബൈക്ക് കത്തിക്കാൻ പോകുന്നോട്. നമ്മള് യാത്ര ചെയ്യുന്ന ബൈക്കല്ലേ? ഇതോ ഒരാള് നമ്മുടെ ആട്ടാമ്പുഴ കൂട്ടില് കത്തിക്കാം. അയ്യോ, ഞങ്ങൾ ഇവിടെ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നേ. ആ നെല്ലിമരം ഞങ്ങള് കുറച്ച് എത്ര ദിവസമായി അമ്മ അത് മുറിച്ചിട്ട്? നെല്ലിമരം 2 ആഴ്ച എങ്ങാണ്ടായി. ഒരു ദിവസം ഞങ്ങൾ വന്ന് നോക്കിയപ്പോ ഉണ്ട് ആ നെല്ലിമരത്തിനകത്ത് അതിന്റെ ആ ഒരു തടിയില്ലേ, ആ ഒരു തടിക്കകത്ത് ഫുള്ള് ആട്ടാമ്പുഴ ഇങ്ങനെ മൊത്തം ഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വെട്ടി കളഞ്ഞു. അതിനകത്ത് ചിലടത്ത് നെല്ലിക്ക കഴിക്കാൻ കാത്തിരുന്ന് അച്ഛന്റെ സ്വന്തം നെല്ലിമരമായിരുന്നു. അതെ, അത് മുറിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ? അച്ഛന് ഭയങ്കര വിഷമല്ലായിരുന്നു നെല്ലിമരം? അതെ, സങ്കടമായി പോയി. അങ്ങനെ അച്ചു കാർത്തികയായിട്ട് കമ്പിത്തിരി കത്തിക്കാൻ പോവാണ്. നമ്മള് കത്തിക്കുന്നതിന് മുമ്പ് ഏട്ടൻ കത്തിച്ചു. ഞാൻ കത്തിച്ചായിരുന്നല്ലേ. സീരിയൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ നമ്മൾ കാർത്തികയ്ക്ക് പുഴുങ്ങിയിട്ടുള്ള എന്തൊക്കെയാ അതിനകത്ത്? ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, അതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം മധുരക്കിഴങ്ങ്. അതുകൊണ്ട് ഞാൻ കൂടുതലും മധുരക്കിഴങ്ങ് കഴിക്കുന്നത്.